ബൃന്ദയുടെ 6ാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ ടാക്കൂറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് മാധ്യമങ്ങൾക്ക് കൈമാറുന്നതാണ് നമ്മൾ കണ്ടത്. ടിവിയിൽ ടാക്കൂറും അത് കാണുന്നു. അവനാകെ വയലന്റ് ആവുകയാണ്. ആ ടിവി തകർക്കാൻ നോക്കി അവനെ അവിടെയുള്ളവർ പിടിച്ചു കിട്ടുന്നു. ബൃന്ദയെ കൊല്ലണമെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിവരം അവർ ഉടൻ തന്നെ ആനന്ദിനെ വിളിച്ചറിയിക്കുന്നു. ആനന്ദ് അവിടെ എത്തി. അപ്പോഴേക്കും ടാക്കൂർ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ആ പോലീസ് പെണ്ണ് അവളെ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ കൊന്നതാണ്. അവൾ എന്നെ കൊല്ലാനാണ് പിന്നെയും ജനിച്ചിരിക്കുന്നത്. ഇങ്ങനെ അവന്റെ മനസ്സിൽ തോന്നിയതെല്ലാം അവൻ ആനന്ദിനോട് പറയുന്നു. പക്ഷെ ആനന്ദ് അവനെ സമാധാനിപ്പിക്കുകയാണ്. പോലീസ് വെറുതെ പറയുകയാണെന്ന് ആനന്ദ് അവനോട് പറയുന്നു. പക്ഷെ അത് വിശ്വസിക്കാൻ ഠാക്കൂർ തയ്യാറാകുന്നില്ല. നമ്മൾ ജുവനൽ ഹോമിലായിരുന്ന സമയത്ത് എന്താണ് ഞാൻ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ആനന്ദ് അവനോട് ചോദിക്കുന്നു. ഇതെല്ലാം വെറും കെട്ടുകഥയാണ്. നിന്നെ കൊല്ലാൻ ആരും വരില്ല. നീ എന്നെ വിശ്വസിക്ക്. നീ ഒരു ജന്മത്തിലും ആരെയും കൊന്നിട്ടില്ല. അതുപോലെ ഈ ജന്മത്തിലും നിന്നെ കൊല്ലാൻ ആരും വരില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആനന്ദ് ഠാക്കൂറിനെ സമാധാനിപ്പിക്കുന്നു. ബൃന്ദയെ നമുക്ക് കൊല്ലണമെന്ന് ഠാക്കൂർ ആനന്ദിനോട് പറയുന്നു. അത് ആനന്ദ് സമ്മതിക്കുന്നുണ്ട്. ഈ സമയം പോലീസ് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഠാക്കൂർ ബൃന്ദയെ കൊല്ലാൻ വരുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. ബൃന്ദയുടെ വീടിന് പുറത്ത് സിയയും ഒരു പോലീസുകാരനും കാത്തിരിക്കുന്നുണ്ട്. സിയയ്ക്ക് എന്തോ ഇതിലൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. ബൃന്ദ ഓവർ ആക്ട് ചെയ്യുകയാണെന്നാണ് സിഐ പറയുന്നത്. ആ ഠാക്കൂർ ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരുപാട് സമയമായിരിക്കുന്നു. ഈ സമയം ആനന്ദ് ഠാക്കൂറിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. കുറച്ചു ദിവസം നീ ആരുടെയും കണ്ണിൽ പെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആനന്ദ് ഠാക്കൂറിനോട് പറയുന്നു. ബൃന്ദയുടെ വീട്. അവൾ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അവളുടെ അടുത്ത് തന്നെ തോക്കുമുണ്ട്. ഠാക്കൂറിനെ കൊണ്ടുപോയി വണ്ടി ഒരു സ്ഥലത്ത് നിർത്തുന്നു. അതിലെയാൾ ഭക്ഷണം വാങ്ങാൻ കടയിൽ പോവുകയാണ്. ഈ സമയം വണ്ടിയിലിരുന്ന് ഠാക്കൂർ ബൃന്ദ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു. അവന് ദേഷ്യം വരികയാണ്. അവൻ പെട്ടെന്ന് തന്നെ വണ്ടിയുമായി അവിടുന്ന് കടന്നു കളയുന്നു. ഡ്രൈവർ പുറകെ ഓടുന്നുണ്ടെങ്കിലും അവനെ പിടിക്കാൻ സാധിച്ചില്ല. അയാൾ ഉടൻ തന്നെ ഈ വിവരം ആനന്ദിനെ വിളിച്ചറിയിക്കുന്നു. അവൻ ബൃന്ദയെ കൊല്ലാൻ പോയതായിരിക്കുമെന്ന് ആനന്ദിന് മനസ്സിലാവുന്നു. ഈ സമയം ബൃന്ദയുടെ വീടിന് മുൻവശം സിഐ അവിടെ തന്നെ ഉണ്ട്. അവിടെ വേറൊരു വണ്ടിയിൽ ശാരദയും വേറൊരു പോലീസുകാരനുമുണ്ട്. സിഐ ഈ സമയം പുറത്തിറങ്ങി നിൽക്കുന്നത് അവർ കാണുന്നു. ഇന്ന് രാത്രി എന്തായാലും ഠാക്കൂർ ബൃന്ദയെ കൊല്ലാൻ വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ സമയം അവിടെ ഒരിടത്തായി ഠാക്കൂർ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു. അത് ഒരു പോലീസുകാരൻ കാണുന്നുണ്ട്. അയാൾ അതെല്ലാവരെയും അറിയിക്കുന്നു. അവരെല്ലാവരും അലേർട്ട് ആവുകയാണ്. പക്ഷെ ഈ സമയം ആ സിഐ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ബൃന്ദ ജനാല വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. ആ സിഐയോട് വണ്ടിയുടെ അകത്തേക്ക് കയറി ഇരിക്കാൻ പറയാൻ സാരഥി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സിഐ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സാരഥി തന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയം ഠാക്കൂർ അങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. പോലീസുകാർ അവിടെ കാവലുണ്ടെന്ന് ഠാക്കൂർ അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സാരഥി ഓടി സിഐയുടെ അടുത്തേക്ക് പോകുന്നു. സാരഥിയുടെ കയ്യിലെ വോക്കി ടോക്കി അവിടെ താഴെ വീണു. ഠാക്കൂർ സിഐയുടെ അടുത്ത് എത്താറായി. സിഐ ആണെങ്കിൽ ഏതോ ഒരു ഫോൺ കോളിലാണ്. ഠാക്കൂർ സിഐയുടെ അടുത്ത് എത്താറായതും സാരഥിയും അവിടെ എത്തുന്നു. സിഐയുടെ അടുത്ത് നിന്ന് സാരഥി പതിയെ ഠാക്കൂർ എന്ന് പറയുന്നു. സിഐ ഠാക്കൂറിനെ കാണുന്നു. ഠാക്കൂർ അവരെ കടന്നു പോവുകയാണ്. അവൻ അവരെ ശ്രദ്ധിച്ചിട്ടേയില്ല. അവർ രണ്ടാളും അവിടെ അനങ്ങാതെ നിൽക്കുന്നു. അവളുടെ ഗേറ്റിന് മുന്നിൽ ഠാക്കൂർ എത്തി. ഇത് ബൃന്ദ കാണുന്നുണ്ട്. ഠാക്കൂർ തന്റെ സഞ്ചിയിൽ നിന്നൊരു കത്തി എടുക്കുന്നു. പക്ഷെ ഈ സമയം സാരഥിയുടെ കയ്യിൽ നിന്നും താഴെ വീണ വോക്കി ടോക്കിയിൽ ശബ്ദമുണ്ടാവുന്നു. അവിടെ അടുത്ത് തന്നെ പോലീസ് ഉണ്ടെന്ന് ഠാക്കൂറിന് മനസ്സിലാവുന്നു. അവൻ ചുറ്റും ശ്രദ്ധിച്ചപ്പോൾ പോലീസ് ഉണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് അവിടെ ഓടി പോകുന്നു. പോലീസുകാർ പുറകെ പോകുന്നുണ്ട്. സാരഥി അവന്റെ നേരെ വെടി തീർക്കുന്നു. അതവന് കൊള്ളുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവൻ ഓടുകയാണ്. അവന്റെ ആ സഞ്ചി അവിടെ താഴെ വീണു. ഈ സമയം ആനന്ദ് അങ്ങോട്ടേക്ക് ഒരു കാറിൽ വരികയാണ്. കയ്യിലാണ് ഠാക്കൂറിന് വെടികൊണ്ടിരിക്കുന്നത്. അവന്റെ പുറകെ തന്നെ പോലീസുണ്ട്. പക്ഷെ എന്നിട്ടും അവൻ രക്ഷപ്പെടുകയാണ്. അവൻ ഒരു കെട്ടിടത്തിൽ കയറി ഒളിച്ചിരിക്കുന്നു. പക്ഷെ അവിടേക്കും പോലീസ് എത്തി. അവൻ ആളൊഴിഞ്ഞ കെട്ടിടത്തിലൂടെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഓടുകയാണ്. അവസാനം കെട്ടിടത്തിന്റെ മുകളിൽ അവൻ എത്തി. പക്ഷെ അപ്പോഴേക്കും ബൃന്ദയും കൂട്ടരും അവനെ വളഞ്ഞു കഴിഞ്ഞു. അവനോട് കീഴടങ്ങാൻ അവർ ആവശ്യപ്പെടുന്നു. ഒരു നിമിഷം ഠാക്കൂർ അവിടെ നിന്ന് ആലോചിക്കുന്നു. പെട്ടെന്ന് അവൻ ഒരു കല്ലെടുത്ത് സാരഥിയുടെ നേരെ എറിയുന്നു. എന്നിട്ട് ഓടുകയാണ്. അവൻ ഓടി കെട്ടിടത്തിന് താഴെ എത്തുന്നു. അവിടെ ഒരു സ്ഥലത്ത് അവൻ ഒളിച്ചിരിക്കുകയാണ്. സമയം ഒരു പോലീസുകാരൻ അവനെ കയറിട്ട് പിടിക്കുന്നു. മറ്റു പോലീസുകാരെ അയാൾ വിളിക്കുന്നുണ്ട്. പക്ഷേ ഠാക്കൂറിന് വല്ലാത്ത ശക്തിയാണ്. അവൻ ആ പോലീസുകാരനെ വലിച്ച് താഴെ ഇടുന്നു. അവൻ ഓടി ബൃന്ദയുടെ മുമ്പിലാണ് എത്തിയത്. പക്ഷെ അവളെയും തള്ളി താഴെയിട്ട് അവൻ ഓടുന്നു. ഈ സമയമെല്ലാം ആനന്ദ് ഠാക്കൂറിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഠാക്കൂർ ഓടി പുറത്തെത്തി. ബൃന്ദയും അവന്റെ പുറകെ തന്നെയുണ്ട്. പക്ഷെ ഇപ്പോൾ ഠാക്കൂറിനെ കാണുന്നില്ല. അവൾ അവിടെയെല്ലാം നോക്കുന്നു. പെട്ടെന്ന് ഠാക്കൂർ അവളുടെ പുറകിൽ നിൽക്കുന്നതായി കാണാം. അവൻ അവളെ തള്ളി താഴെയിടുന്നു. എന്നിട്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നീ എന്തിനാ എന്നെ പിടിക്കാൻ നടക്കുന്നതെന്ന് ചോദിക്കുന്നു. അവൾ ഒരു കല്ലെടുത്ത് അവനെ എറിയുന്നു. അവൾ അവനെ പിടിക്കുന്നുണ്ടെങ്കിലും അവൻ തിരിച്ചും ആക്രമിക്കുന്നു. അവളൊരു കത്തിയെടുത്ത് അവനെ കുത്തുന്നുണ്ടെങ്കിലും കയ്യിലുള്ള വടി വെച്ച് അവൻ അവളെ തിരിച്ചാക്രമിക്കുന്നു. അവളാകെ തളർന്ന് താഴെ വീഴുന്നു. നീ എന്തിനാ ഞങ്ങളുടെ പുറകെ വരുന്നതെന്ന് ചോദിച്ച് അവൻ കയ്യിലായി ഇരുമ്പുപൊടി വെച്ച് അവളെ കൊല്ലാനായി പോകുന്നു. പക്ഷെ ഈ സമയം ഠാക്കൂറിന് വെടിയേൽക്കുന്നു. സാരഥിയാണ് അവനെ വെടിവെച്ചത്. അവനവിടെ വീഴുന്നു. ഠാക്കൂർ ബൃന്ദയുടെ മുമ്പിൽ തന്നെ മരിച്ചു വീഴുന്നു.
വൃന്ദയ്ക്കും ഈ സമയം ബോധം നഷ്ടമായി. ആനന്ദ് ഈ സമയം വൃന്ദയുടെ വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ടാക്കൂറിന്റെ കയ്യിൽ നിന്നും വീണ അവന്റെ ആ സഞ്ചി ആനന്ദ് കാണുന്നു. അതിൽ നിന്നും ആ ബൊമ്മ അവൻ എടുക്കുന്നു. ആ ബൊമ്മയിലേക്ക് വല്ലാത്ത വേദനയോടെ ആനന്ദ് നോക്കുന്നു. ഈ സമയം വൃന്ദയെ പോലീസുകാരെല്ലാവരും കൂടെ അവിടുന്ന് മാറ്റുകയാണ്. ടാക്കൂർ അവിടെ മരിച്ചു കിടക്കുന്നു. ഈ ഒരു സീനോടെ വൃന്ദയുടെ 6ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.